യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അതിന്റെ 15-16 വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു: ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഇതാ, ഞാൻ നിന്നെ എന്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം. നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു, പക്ഷെ എന്റെ ജീവിതത്തിൽ മാത്രം ഒന്നും നടക്കുന്നില്ല. ഞാൻ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, പക്ഷെ ഉത്തരങ്ങളില്ല. ഞാൻ കരയുന്നുണ്ട്, പക്ഷെ ദൈവം കേൾക്കുന്നില്ല. ഇങ്ങനെയുള്ള ചിന്തകൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വചനം നിങ്ങൾക്കുള്ളതാണ്. കാരണം ഇന്ന് ദൈവം ഒരു വാഗ്ദത്തം അല്ല ചെയ്യുന്നത്, ഒരു ഉറപ്പാണ് നിങ്ങൾക്ക് നൽകുന്നത്: ഞാൻ നിന്നെ മറക്കത്തില്ല. ഈ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം ഈ വാക്കുകൾ പറഞ്ഞത് അനുഗ്രഹത്തിന്റെ നടുവിൽ നിൽക്കുന്ന ജനത്തോടല്ല, തകർന്നു പോയ ജനത്തോടാണ്. എന്താണ് ആ പശ്ചാത്തലം? അന്ന് ഇസ്രായേൽ ജനത വളരെ വലിയ നിരാശയിലായിരുന്നു. അവരുടെ രാജ്യം തകർന്നു പോയി. യെരൂശലേം നശിച്ചു, ദേവാലയം മുഴുവൻ കത്തി നശിച്ചു, സ്വന്തം നാട് നഷ്ടപ്പെട്ടു. അവർ ബാബേലിലേക്ക് അടിമകളായി കൊണ്ടുപോകപ്പെട്ടു. ഒരു ദിവസം അവർ ദൈവത്തിന്റെ വിശേഷ ജനമായിരുന്നുവെങ്കിൽ ഇന്ന് അവർ അടിമകളാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു: ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചോ? ഞങ്ങളെ ഇനി ഓർക്കുന്നില്ലേ? യെശയ്യാവ് 49:14 അവർ പറയുന്നത്: യഹോവ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, കർത്താവ് എന്നെ മറന്നിരിക്കുന്നു. ഇത് ദൈവം പറഞ്ഞ വാക്കല്ല, മനുഷ്യന്റെ നിരാശയാണ്. നിരാശ എപ്പോഴും ഒരു കള്ളം പറയും: ദൈവം നിന്നെ മറന്നു, ദൈവം നിന്നെ മറന്നു. ഇന്നും സാത്താൻ പല വിശ്വാസികളോടും ഇതേ കള്ളമാണ് പറയുന്നത്: ഇനി നിന്റെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല, നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുമില്ല, മറ്റുള്ളവരെ ദൈവം അനുഗ്രഹിക്കും, നിന്നെ ഒരിക്കലും അനുഗ്രഹിക്കത്തില്ല. പക്ഷേ അവരുടെ ഈ വാക്കിന് ദൈവം മറുപടി പറയുന്നത്: ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഉത്തരം അറിയാം. ഒരു അമ്മ 9 മാസം ഗർഭത്തിൽ ചുമന്ന കുഞ്ഞിനെ, രാത്രി ഉറങ്ങാതെ വളർത്തിയ കുഞ്ഞിനെ, വിശന്നാൽ ആദ്യം ഭക്ഷണം കൊടുക്കുന്ന കുഞ്ഞിനെ അവൾ മറക്കുമോ? സാധാരണയായി ഇല്ല. ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ ഉദാഹരണമാണ് ഒരു അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത്. എന്നാൽ ദൈവം അതിനും അപ്പുറത്തുള്ള ഒരു സത്യം പറയുന്നു: അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. എന്തൊരു ആശ്വാസ വാക്കാണ് നമുക്ക് ഇന്ന് ഈ സമയം ദൈവം തരുന്നത്. ദൈവം പറയുന്നില്ല: ഞാൻ ചിലപ്പോൾ നിന്നെ ഓർക്കും, ഞാൻ നല്ലവനാണെങ്കിൽ ഓർക്കും. അല്ല, ഞാൻ നിന്നെ മറക്കത്തില്ല. ഇതൊരു വാഗ്ദത്തം മാത്രമല്ല, ദൈവത്തിന്റെ തനി സ്വഭാവമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയത്തില്ല. നമ്മൾ പലപ്പോഴും സാഹചര്യങ്ങൾ നോക്കിയാണ് ദൈവത്തെ വിലയിരുത്തുന്നത്. കാര്യങ്ങൾ നന്നായി നടന്നാൽ ദൈവം എന്നോടൊപ്പമുണ്ട്, കാര്യങ്ങൾ വൈകിക്കഴിഞ്ഞാൽ ദൈവം എന്നെ മറന്നു. പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്നത് വേറെയാണ്. സാഹചര്യം ദൈവ സാന്നിധ്യത്തിന്റെ തെളിവല്ല, ദൈവത്തിന്റെ വചനം തന്നെയാണ് തെളിവ്. യോസഫ് ജയിലിലായിരുന്നപ്പോൾ ദൈവം അവനെ മറന്നിരുന്നോ? ഒരിക്കലുമില്ല. ദാവീദ് ഗുഹയിൽ ഒളിച്ചിരുന്ന സമയത്ത് ദൈവം അവനെ മറന്നിരുന്നോ? ഒരിക്കലുമില്ല. ഹന്ന വർഷങ്ങളോളം കരഞ്ഞപ്പോൾ ദൈവം അവളെ മറന്നിരുന്നില്ല. ലാസർ കല്ലറയിൽ 4 ദിവസം കിടന്നപ്പോഴും യേശു അവനെ മറന്നിരുന്നില്ല. അപ്പോൾ നിങ്ങളെയും ദൈവം മറക്കത്തില്ല, ഒരിക്കലും മറക്കത്തില്ല. നിങ്ങളുടെ സാഹചര്യം പറയുന്നത് ദൈവം നിങ്ങളെ മറന്നു എന്നാണെങ്കിൽ, പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നത്: ഞാൻ നിന്നെ മറക്കത്തില്ല. നിങ്ങളുടെ സാഹചര്യത്തെ വിശ്വസിക്കരുത്, ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ വിശ്വസിക്കണം. ദൈവത്തിന്റെ വചനത്തിന് വള്ളി പുള്ളി മാറ്റമില്ല. ഞാൻ നിന്നെ എന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ നിന്നെ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ എന്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മളൊരു പ്രധാന ഒരു ഫോൺ നമ്പർ കയ്യിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിടയ്ക്കിടെ കണ്ണിൽപ്പെടും. മറക്കാൻ കഴിയുമോ? കഴിയത്തില്ല. ദൈവം മനുഷ്യരുടെ ഭാഷയിൽ പറയുകയാണ്: നീ എപ്പോഴും എന്റെ ദൃഷ്ടിയിലാണെന്ന്. ഒരു നിമിഷം പോലും ഞാൻ നിന്നെ മറന്നു കളയത്തില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം ചിലപ്പോൾ വൈകുന്നത് പോലെ തോന്നുന്നത്? എന്തുകൊണ്ടാണ് വർഷങ്ങളായുള്ള പ്രാർത്ഥനയ്ക്ക് ഉടനെ ഉത്തരം ലഭിക്കാത്തത്? ഇതാണ് പല വിശ്വാസികളുടെയും സംശയം. ഉത്തരം വളരെ ലളിതമാണ് മക്കളെ. ദൈവം വൈകുന്നില്ല, ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു കർഷകൻ വിത്ത് വിതച്ച ഉടനെ വിളവെടുക്കുവോ? എടുക്കത്തില്ല. ഒരു അമ്മ ഗർഭം ധരിച്ച ഉടനെ കുഞ്ഞ് ജനിക്കത്തില്ല. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിന്റെ അനുഗ്രഹത്തിനും ഒരു സമയമുണ്ട്. ബൈബിളിലേക്കൊന്ന് നിങ്ങൾ നോക്കിക്കേ. യോസഫ് ജയിലിൽ കിടന്ന സമയം 1 ദിവസമോ 2 ദിവസമോ 1 മാസമോ 1 വർഷം 2 വർഷം ഒക്കെ അവന് തോന്നിയിരിക്കാം. ദൈവം പക്ഷെ മറന്നോ? പക്ഷെ ദൈവം അവനെ മറന്നിരുന്നില്ല. ദൈവം സിംഹാസനം ഒരുക്കുകയായിരുന്നു. ഹന്ന കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വർഷങ്ങളോളം കരഞ്ഞു, പക്ഷെ ദൈവം അവളെ മറന്നില്ല. ശമൂവേൽ ജനിക്കാനുള്ള സമയം ഒരുക്കുകയായിരുന്നു. ലാസർ 4 ദിവസം കല്ലറയിൽ കിടന്നിട്ട് ആളുകൾ പറഞ്ഞു എല്ലാം കഴിഞ്ഞു. പക്ഷെ യേശു പറഞ്ഞു ഇത് ദൈവത്തിന്റെ മഹത്വത്തിനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും വൈകുന്നെന്ന് തോന്നുന്ന ഓരോ കാര്യത്തിന്റെയും പിന്നിൽ ദൈവത്തിന്റെ സമയം പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഒരു ജോലി കിട്ടാൻ, ഒരു വിവാഹത്തിന് വേണ്ടി, ഒരു കുഞ്ഞിന് വേണ്ടി, ഒരു സൗഖ്യത്തിന് വേണ്ടി, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്നീ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സൂക്ഷിക്കുക. ഞാൻ നിന്നെ എന്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് അർത്ഥമാക്കുന്നത് എന്താണ്? നിങ്ങളുടെ പേര് ദൈവത്തിന്റെ ഓർമ്മയിൽ മാത്രമല്ല, അവന്റെ ഹൃദയത്തിലുമുണ്ട് എന്ന്. കർത്താവ് ഇന്നീ സമയം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മറന്നുപോയി എന്ന് കരുതിയ ഓരോ പ്രാർത്ഥനയും ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്.
നിങ്ങളുടെ കണ്ണുനീർ അവൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ കാത്തിരിപ്പ് ഒരിക്കലും വെറുതെ ആകത്തില്ല. മനുഷ്യർ നിന്നെ വില കുറച്ച് പറഞ്ഞാൽ ദൈവം നിന്നെ മാന്യനായി വിലയുള്ളവനായി കാണുന്നുണ്ട്. നീ ഉപേക്ഷിക്കപ്പെട്ടവനല്ല ഒരിക്കലും. ദൈവത്തിന്റെ ഉള്ളം കൈയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ സമയമെടുത്തിരിക്കുന്നു. അടഞ്ഞ വാതിലുകൾ തുറന്നു വരും. നഷ്ടപ്പെട്ടത് ദൈവം നിങ്ങൾക്ക് തിരിച്ചു നൽകും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അത് നിറവേറാൻ സമയമായി. അതുകൊണ്ട് ഈ വചനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇത് നിരാശയിലും കാത്തിരിപ്പിലും കഴിയുന്ന എല്ലാവരെയും അതൊന്ന് സ്പർശിക്കണമേ. ദൈവം എന്നെ മറന്നു എന്ന് കള്ള വിശ്വാസം ഇന്ന് തകർന്നു പോകട്ടെ. അങ്ങയുടെ വചനം നിങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് പുതുക്കണമേ. കാത്തിരിക്കുന്നവർക്ക് ക്ഷമ കൊടുക്കണമേ. കരയുന്നവർക്ക് ആശ്വാസം പകരണമേ. വിശ്വാസം നഷ്ടപ്പെട്ടവർക്ക് പുതിയൊരു ധൈര്യം നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ സമയത്ത് അങ്ങയുടെ വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെ വചനം ശ്രവിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.